ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. നമ്മുടെ അലീനയുടെയും നമ്മുടെ മനുശങ്കറിന്റെയും ഒക്കെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഇപ്പൊ ഓരോ ദിവസവും ചെല്ലും തോറും നല്ല അടിപൊളി ട്വിസ്റ്റാണ് വരുന്നത് അല്ലെ. നമ്മുടെ അലീനയുടെ ജീവിതമൊക്കെ ആകെ അങ്ങ് മാറി മറിയാണ്. തന്റെ സഹോദരങ്ങള് എല്ലാം തനിക്ക് കിട്ടുകയാണ്. ഒരാളൊഴികെ അല്ലെ, തന്റെ അമ്മ ഒഴികെ, തന്റെ പെറ്റമ്മ ഒഴികെ ബാക്കി എല്ലാവരും തനിക്ക് അനുജനും അനുജത്തിമാരും അച്ഛനും മറ്റ് ബന്ധുക്കളും ഒക്കെ തനിക്ക് ഉണ്ടാവണം. ഒരു അനാഥയായിട്ട് 10-21 വർഷത്തോളം കഴിഞ്ഞ അലീനയ്ക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട്. ആ സ്നേഹം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ അലീനയ്ക്ക് പറ്റുന്നു. അപ്പൊ അതിന്റെ വിശേഷത്തിലോട്ട് നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ്, പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാകും. അങ്ങനെ കാണുന്നവർക്ക് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അത് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പൊ ആരും മറന്നു പോണ്ട. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. തീരെ പറഞ്ഞ് ബോർ അടിപ്പിച്ചാലും അതൊരു ബോറല്ലേ. അങ്ങനെ നമ്മുടെ അലീനയുടെ വിശേഷമാണ്. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ അമ്മ ജലജയും നമ്മുടെ ഷാജി ചേട്ടനും കൂടെ നമ്മുടെ നെടുമ്പുരക്കൽ വീട്ടിൽ നമ്മുടെ അലീനയെ കാണാനായിട്ട് വരികയാണ് അല്ലെ. അത് അലീന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഇവര് വന്ന് ഓട്ടോയിൽ വന്ന് ഷാജി ചേട്ടൻ ബെല്ലടിക്കുന്നു. അപ്പൊ കോളിംഗ് ബെല്ലടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്താണ് വന്ന് ഡോറൊക്കെ തുറക്കുന്നത് കേട്ടോ. അങ്ങനെ രോഹിത്ത് ഡോറ് തുറക്കുമ്പോ കാണുന്നത് ഷാജി ചേട്ടൻ. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ശരണ്യ. രോഹിത്തിന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും രോഹിത്തിന് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു വ്യക്തി നമ്മളെ വീട്ടിൽ വരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഒരു ആള് വരുന്നു. നോക്കിയപ്പോ ശരണ്യാണ്. രോഹിത്തിന്റെ മനസ്സും ചിന്തകളും ഒക്കെ ഒരു നിമിഷം ഒന്നും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊക്കെ ആവേണം കേട്ടോ. അപ്പോഴേക്കും ശരണ്യ ആ ഒരു നല്ല എനർജിയും സപ്പോർട്ടോടു കൂടെ തന്നെ രോഹിത്തേട്ടന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്തിനൊന്നും പറയാനായിട്ട് സൗണ്ട് പോലും വരുന്നില്ല, പതറിപ്പോയി നിൽക്കുകയാണ്. അപ്പൊ മനസ്സിലായെന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ ജലജ പതുക്കെ ഒന്ന് ശരണ്യയുടെ അമ്മ പുറകിലോട്ട്. കാരണം അവര് ഈ നമ്മുടെ രോഹിത്തിനെ ജയിലിൽ തന്നെ ഇടാനായിട്ട് പറഞ്ഞ് നമ്മുടെ ശരണ്യനെ ഒരുപാട് വഴക്ക് പറഞ്ഞ ആൾക്കാരാണ്. അവന്റെ പേര് പറയരുത്, നീ അവൻ നിരപരാധിയാണെന്ന് കോടതി പറയരുതെന്ന് എല്ലാവരും പറഞ്ഞ കൂട്ടത്തില് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ടായിരിക്കാം പതുക്കെ ഒന്ന് ഇങ്ങനെ മാറി നിന്നു. അവസാനം അവരെ എല്ലാവരെയും സ്വീകരിച്ച് മനസ്സിലായി നമ്മുടെ രോഹിത്തിന് അമ്മയും ശരണ്യൊക്കെയാണ് വന്നേക്കണേ എന്നുള്ളത്. അങ്ങനെ അവരെ സ്വീകരിച്ച് അകത്ത് ഇരുത്തേണ്. അപ്പോഴാണ് നമ്മുടെ ശരണ്യ പറയുന്നത്, അലീന ചേച്ചി എന്തിനെന്ന് ചോദിക്കുന്നു. അലീന ചേച്ചി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അലീന ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞു, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല രോഹിത്തേട്ട, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അലീന ചേച്ചി ഇട്ട് തന്നായിരുന്നു. പക്ഷെ വരണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം പനിയാണ്, പകരും വൈറൽ പനിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വന്നേന്ന് പറഞ്ഞു. അപ്പൊ അലീന ചേച്ചി അവിടെ മുറിയിലുണ്ടെന്ന് പറഞ്ഞാൽ അവരെ അവിടെ ഇരുത്തണം. എന്നിട്ട് അപ്പൊ ശരണ്യ പറഞ്ഞു, അപ്പൊ ഇത് കൂടെ വന്നിരിക്കുന്ന ഷാജി ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് രോഹിത് ഓർക്കണത്. രോഹിത് ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം, നോർമലൊക്കെ ആയ ശേഷം ആ ഒരു വീഡിയോ കണ്ടായിരുന്നു. നമ്മുടെ അലീനെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കുറെ ആൾക്കാർ ചുറ്റിനും നിന്ന് അലീനെ കത്തിക്കാനായിട്ടൊക്കെ നിന്ന സമയത്ത് ഈ ഷാജി ചേട്ടനാണ് പോയി രക്ഷിച്ചത് എന്നുള്ളതൊക്കെ രോഹിത്തിന് അറിയായിരുന്നു, ആ വീഡിയോയിലൂടെ കണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടനാണോ ഇതെന്ന് കരുതിയിട്ട് രോഹിത് വെളിയിലോട്ട് ചെല്ലണം. കാരണം ഷാജി ചേട്ടൻ ഇങ്ങനെ അകത്തോട്ട് വന്നില്ല, താനൊരു ഓട്ടോ ഡ്രൈവർ അല്ലേ, അത് കരുതിയിട്ടായിരിക്കും പുള്ളി അകത്തോട്ട്. വലിയ വീടൊക്കെ ഇല്ല, അപ്പൊ ഇനി കയറി ഇതാവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പൊ രോഹിത് എന്നിട്ട് പറഞ്ഞു, ഇതാണല്ലേ ഷാജി ചേട്ടൻ, ഷാജി ചേട്ടനെ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. കാരണം എന്റെ അലീന ചേച്ചീനെ ജീവിതത്തിലോട്ട് പുതിയൊരു ജീവിതം നൽകി തിരിച്ച് എത്തിച്ചത് ഷാജി ചേട്ടനാണ്. ആ ഒരു നന്ദി എപ്പോഴും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദിയൊന്നും വേണ്ട രോഹിത്തെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അലീനെ എനിക്ക് ഈ സംഭവത്തിന് മുന്നേ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. കാരണം ഈ ഒരു ഇത്രയും വലിയൊരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഈ കുട്ടി അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് പലചരക്ക് കടകളിൽ നിന്ന് മറ്റു സാധനങ്ങളൊക്കെ മേടിച്ച് അനാഥാലയങ്ങളിലെ കുഞ്ഞു കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ ആയിട്ട് പല അനാഥാലയങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ എന്റെ ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ആ കുട്ടിയുടെ അത്രയും വലിയൊരു മനസ്സും അതൊക്കെ എനിക്ക് മുന്നേ കൂട്ടി തന്നെ അറിയാം എന്നൊക്കെ ഇങ്ങനെ ഷാജി ചേട്ടൻ പറയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ രോഹിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഷാജി ചേട്ടൻ പറഞ്ഞായിരുന്നു, രോഹിത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും റിസ്ക് എടുത്ത് അവിടെ വന്ന് ഇത്രയും ഒരു നല്ലൊരു ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ കുട്ടിയുടെ മനസ്സ്
മനസ്സ് അത്രയും വിശാലമായതുകൊണ്ടാണ് എന്നൊക്കെ പറയണം. അപ്പം രോഹിത്തിന് ഒന്നും കൂടെ മനസ്സിലാവുകയാണ്. കാരണം അലീന എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അന്നാ പോയത്. എന്തായാലും രോഹിത്ത് പറഞ്ഞു, എന്തായാലും ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്, തൊഴുത് പറയണ കേട്ടോ, എന്റെ ചേച്ചി ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയണ. ചേട്ടാ അകത്തോട്ടിരിക്കും, എന്തിനാ പുറത്ത് നിൽക്കുന്നത്, സാരമില്ല ഞാൻ വന്നേക്കാം, രോഹിത്ത് ചെല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും നമ്മുടെ ബബിതയും ഹോളിലോട്ട് പറയണം. അന്നേരം വൈജയന്തി വീട്ടിലുണ്ട്, നമ്മുടെ ബാലചന്ദ്രനും വീട്ടിലുണ്ട്. അങ്ങനെ നമ്മൾ കൃഷ്ണമോളും ബബിതയും വന്നപ്പോ ഇത് ആരാന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോ ശരണ്യാണെന്ന് പറഞ്ഞു രോഹിത് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴവരിങ്ങനെ പെട്ടെന്നൊരു ഇതാവണം, അയ്യോ ഇതാണോ ശരണ്യ എന്നുള്ള രീതിയിൽ. അപ്പോ അലീന ചേച്ചിയെ കണ്ടോന്ന് ബബിത ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇല്ലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ റൂമിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ അലീന നോക്കുമ്പോ ശരണ്യ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ശരണ്യ ഓടി ചെന്ന് അലീനയെ കണ്ട പാടെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അലീന ചേച്ചിയെ കണ്ട ആ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ, കാരണം ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മുടെ ശരണ്യ ഇങ്ങ് വന്നേക്കുന്നത്. അപ്പൊ അലീന പറഞ്ഞു, എന്റെ പൊന്നു മോളെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് ഉമ്മൊക്കെ കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, അതെ നീ എന്നെ അധികം തൊടാനൊന്നും നിൽക്കണ്ട, എനിക്ക് വൈറൽ പനിയൊക്കെയാണ്, അപ്പൊ നീ ഒന്ന് കുറച്ച് മാറി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എന്റെ അലീന ചേച്ചിയുടെ പനിയല്ലേ, എനിക്കും വന്നോട്ടെ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല എന്നും പറഞ്ഞ് ആ സ്നേഹപ്രകടനമൊക്കെ അങ്ങ് പങ്കിടണം. അപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മോളെ എന്താ ഇവളുടെ വാശി, കാരണം നിനക്ക് പനിയാണെന്ന് അറിഞ്ഞത് തൊട്ട് ഇവള് നിരാഹാരമാണ്. അവൾക്ക് അലീന ചേച്ചിയെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നമ്മളൊന്നും അങ്ങോട്ട് പോയാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. പനി കുറയുമ്പോൾ ഞാൻ അങ്ങ് വരില്ലേ എന്ന് അലീന ശരണ്യരുടെ അടുത്ത് പറയണം. അത് സാരമില്ല, അലീന ചേച്ചീനെ ഞാനും ഒന്ന് വന്ന് കാണട്ടെ, എന്നെ ജീവിതത്തിലോട്ട് എന്നെ നോക്കി പരിപാലിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന ആളാണ് അലീന ചേച്ചി. അപ്പൊ അലീന ചേച്ചിക്ക് ഒരു വല്ലായ്മ വന്ന് നോക്കണ്ടേ, അതെന്റെ കടമയല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശരണ്യ പറയണ്ട കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എവള് പട്ടിണി കിടന്ന അവസാനം അച്ഛനെ കൊണ്ടും ഏട്ടനെ കൊണ്ടൊക്കെ ഞാൻ എന്തോരം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാന്നറിയോ മോളെ, പനി കുറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് കൂടി എവള് സമ്മതിക്കില്ല എന്നൊക്കെ നമ്മുടെ ശരണ്യയുടെ അമ്മ അലീനയുടെ അടുത്ത് പറയണം. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബബിത ചെന്നിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തോട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ശരണ്യ വന്നിട്ടുണ്ടെന്ന്, ഒരു കുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അലീനയെ കാണാൻ വേണ്ടി. ആരാന്ന് ചോദിക്കുമ്പോ ശരണ്യ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ശരണ്യ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കും, ഏതാ? അപ്പൊ പറയും, നമ്മുടെ രോഹിതേട്ടന്റെ കേസിലുള്ള കുട്ടിയില്ലേ, ആ കുട്ടി അലീന ചേച്ചിക്ക് പനി ആയതുകൊണ്ട് കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ബാലേന്ദ്രനും വല്ലാണ്ടായി പോണു, ഒരിക്കലും അങ്ങനെ ആ കുട്ടിയെ കാണാൻ പറ്റും നേരിട്ട് എന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ബാലചന്ദ്രനും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരണം. ഈ സമയം നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പോവാണ്. അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആരടി അവിടെ വന്നേക്കണം, കുറെ നേരം ആയല്ലോ, കുറെ വിരുന്നുകാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ശരണ്യ ചേച്ചി അമ്മയും വന്നാന്ന് പറഞ്ഞു. ഏത് ശരണ്യ ചേച്ചി? ആഹാ, നമ്മുടെ രോഹിതേട്ടന്റെ കേസിലെ ആ കുട്ടിയില്ലേ, അത്. അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ മോനെ ജയിലാക്കിയതും പോലെ അവള് വീണ്ടും വന്നിരിക്കുന്നു. അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് എന്റെ മോൻ ഈ ഒരു അവസ്ഥ, എന്റെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെ ആയത്. അവള് വീണ്ടും വന്നേക്കണ എന്തിനാന്ന് ചോദിച്ചിട്ട് അങ്ങ് ചാടയാണ്. അപ്പോഴേക്ക് കൃഷ്ണമോക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കൃഷ്ണമോള് പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ആ അലീന ചേച്ചിക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട്, കാരണം ആ കുട്ടീനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ് അലീന ചേച്ചി, പിന്നെ അവള് വലിയ പുണ്യാളത്തിയല്ലേ എന്നിങ്ങനെ വൈജ പറഞ്ഞു. അമ്മയ്ക്കൊന്ന് നന്നായിക്കൂടെ? ആ കുട്ടിക്ക് ആ അലീന ചേച്ചിയോടുള്ള അത്രയ്ക്കും സ്നേഹം ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി ഈ അവസ്ഥയില് അലീന ചേച്ചിയെ കാണാൻ വേണ്ടി ഇവിടം വരെ ഇത്രയും ദൂരം വന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തൊരവസ്ഥയും കാര്യങ്ങളും, അവളെയൊക്കെ വീട്ടിൽ കയറ്റി ഇരുത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. അവസാനം കൃഷ്ണമൊക്കെ ദേഷ്യം വന്നിട്ട് കൃഷ്ണമോള് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. കാരണം വൈജയന്തിയുടെ സംസാരം നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് മാനസികമായിട്ടൊക്കെ ഒരു തരം പിടിപിടൂന്നാക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ കൃഷ്ണമോള് മാക്സിമം ആവശ്യത്തിന് മിണ്ടും, കാര്യങ്ങൾ പറയും, എന്നിട്ട് തിരിച്ചു പോരും. കാരണം വെച്ചാൽ അമ്മയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണമോളും ബബിതയും കൂടെ അവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസും മറ്റെന്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം നമ്മുടെ ബബിതയും അതുപോലെ നമ്മുടെ അലീനയും നമ്മുടെ ശരണ്യയും ജലജയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, നിന്റെ റിസൾട്ടൊക്കെ വരാറായോടി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി എന്താ പ്ലാന്? എനിക്ക് ഞാൻ ആഗ്രഹിച്ചതൊക്കെ പോലെ പഠിക്കണമെങ്കിൽ ഒരുപാട് കാശൊക്കെ വേണ്ട ചേച്ചി. അതെ, അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ടെന്ന് അലീന പറഞ്ഞു. നിന്റെ റിസൾട്ടൊക്കെ വരട്ടെ, നിന്റെ പഠിത്ത കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തന്നോളാം. അയ്യോ മോളെ, അതൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളോ, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട,
അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണമെന്നിങ്ങനെ അലീന പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ. അത് അപ്പം ഇതിനോടൊപ്പം തന്നെ പഠിത്ത കാര്യവും ഭാവി കാര്യവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ശരണ്യയുടെ ആ ഒരു കളിച്ചിരിയൊക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടോ. അങ്ങനെ അലീനയുടെ അടുത്ത് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ആ റൂമിൽ നിന്ന് പുറത്തോട്ട് വരെയാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ ഈ കുട്ടി ശരണ്യെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ജലജയും ശരണ്യയും ബാലചന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ നിൽക്കണം. അപ്പൊ പറഞ്ഞു, മോളാണല്ലേ ശരണ്യ, മോളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോളെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോന്റെ ജീവിതം തിരിച്ചു തന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് മോള്. കാരണം മോൾ ഒരാൾ കാരണമാണ് ഇന്ന് ഈ കുടുംബം പോലും ഇന്നിപ്പോ നിലനിൽക്കുന്നത്. കാരണം മറ്റ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഇടയിൽ നമ്മുടെ ആ ഇത്രയും നാളുണ്ടായിരുന്ന ആ നിലയും വിലയും ഒക്കെ നഷ്ടപ്പെട്ട് എൻ്റെ പെൺകുട്ടികളുടെ പോലും ജീവിതം എന്തായി തീരുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതെല്ലാം ഇപ്പൊ തിരിച്ചു കിട്ടിയത് മോള് കാരണമാണ്. അങ്കിളെ, ഞാൻ രോഹിത്തേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ സത്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജലജ പറഞ്ഞു, ഇതിനു മുന്നേ സാറേ ഞങ്ങളെ പേര് അവന്റെ രോഹിത്തിന്റെ പേരും കൂടെ ചേർക്കാൻ കാരണം ഈ സംഘടനക്കാരും പോലീസുകാരും എല്ലാവരും കൂടെ ചേർത്ത് ഞങ്ങളെയും കൂടെ നിർബന്ധിപ്പിച്ചാണ് ആ പേര് ചേർത്തത്, അതുകൊണ്ടാണ് ആ മോന്റെ പേരും കൂടെ വന്നു പോയത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഒടുവില് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുമായിട്ടൊക്കെ ഇരുന്ന സമയം നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടെ ചേർന്നിട്ട് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു. അപ്പൊ അതൊക്കെ കണ്ടപ്പം നമ്മുടെ ബാലചന്ദ്രന് വലിയ സന്തോഷമാവുകയാണ്. കാരണം വെച്ചാൽ എൻ്റെ മക്കള് വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടുന്ന ഇതൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അത്രയും നല്ലൊരു ശീലം അവർക്ക് വന്നല്ലോ എന്നുള്ള ഒരു ഇത്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ശരണ്യരുടെ അടുത്ത് ശരണ്യയുടെ അമ്മയുടെ അടുത്ത് ഇനിയിപ്പോ മോള് റിസൾട്ട് വന്നിട്ട് ഇനി പഠിത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ പറഞ്ഞു, സാറേ അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല, എവളുടെ ആഗ്രഹം അനുസരിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് കാശൊക്കെ വേണം, അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചില്ല. അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, മോക്ക് എന്താണെങ്കിലും പഠിക്കാൻ എത്ര വേണമെങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പഠിച്ചോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിലും അങ്കിള് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അയ്യോ വേണ്ട സാറേ, അതൊന്നും വേണ്ട, അതൊന്നും സാരമില്ല, നമ്മുടെ കൊക്കിനൊതുങ്ങണ രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, വേണ്ട അതൊന്നും പോരാ, നല്ല രീതിയിൽ പഠിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പഠിക്കട്ടെ, പഠിക്കാൻ മിടുക്കിയാണെന്ന് അലീന പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും നല്ല മിടുക്കി കുട്ടിയാണ് ശരണ്യാന്ന് ഇവിടെ പറയും. നിന്റെ കാര്യങ്ങൾ എപ്പോഴും വീട്ടിൽ വന്നാലും വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ 100 നാവാണ് അലീനയ്ക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരണ്യക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പിന്നെ ഷാജി ചേട്ടൻ പറഞ്ഞു, ഷാജി ചേട്ടന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഷാജി ചേട്ടനെയും ബാലചന്ദ്രൻ കാണുമ്പോൾ ഒരു നന്ദി വാക്കൊക്കെ പറയുന്നുണ്ട്. കാരണം അലീനയെ അത്രയും വലിയൊരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ചത് ഈ പറഞ്ഞ ഷാജി ചേട്ടനല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ബാലചന്ദ്രൻ അയാളോടും പറയുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് ശരണ്യ വന്ന് പോകുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടെയാണ് അലീനയെ കണ്ട് മടങ്ങുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും ശ്രമിക്കുക. ഒപ്പം തന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഇനിയിപ്പോ നമ്മുടെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൂടാണ്ട് നമ്മുടെ രേവതിക്കുട്ടി മാമച്ചനും ഒക്കെ വരുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടാറ്റ.